ആഷിക, ഇപ്പം ഈ അമ്മയുടെ പത്രക്കുറിപ്പാണെങ്കിലും ശരി, ഇപ്പോൾ ഫെഫ്കയുടെ ആണെങ്കിലും ശരി, ഇവരെന്തുകൊണ്ടായിരിക്കും ഇതൊരു അത്രയും ഒരു തിരുത്തൽ, നവീകരണം, ശക്തിപ്പെടുത്തണം, മാറ്റം വരണം, വിപ്ലവകരമായ തീരുമാനം എന്നൊക്കെ പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഇത് നേരിട്ട് വന്ന് പറയാൻ ഒരു ധൈര്യം കാണിക്കാത്തത്? ബി ഉണ്ണികൃഷ്ണൻ ആണെങ്കിലും ശരി. അതെ അതെ, ഇവിടെ ഇത്രയും വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടായിരിക്കും ഒരാൾ മിണ്ടാതിരിക്കുന്നത്? കുറ്റകൃത്യങ്ങൾ അരങ്ങേറുന്ന സമയത്ത് എന്തുകൊണ്ടായിരിക്കും ഒരാളുടെ നിശബ്ദത ഉണ്ടാവുന്നത്? അത് സാമൂഹിക പ്രതിബദ്ധതയും ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്ന പ്രതീതിയും ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ബി ഉണ്ണികൃഷ്ണൻ ഒരു തൊഴിലാളി സംഘടനയുടെ നേതൃസ്ഥാനത്തിരുന്നുകൊണ്ട് എന്തുകൊണ്ടാണ് മൗനം? അത് കുറ്റകരമായിട്ടുള്ള മൗനമാണ്. അത് ഈ ദിവസങ്ങൾക്ക് ശേഷം ഒരു പത്രക്കുറിപ്പിലൂടെ ഈ പറയുന്ന കാര്യങ്ങളോട് ഒളിയമ്പുകൾ എഴുതുക എന്നുള്ളതല്ല ഒരു എന്താ പറയുന്ന മര്യാദ. അത് കൃത്യമായി അഡ്രസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ആ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഈ പറയുന്ന തൊഴിലാളി നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പം താങ്കൾക്ക് ഒരു കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിലേക്ക് വരുത്തുകയാണ്. ഇപ്പം സംവിധായകൻ വിനയൻ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട്. ബി ഉണ്ണികൃഷ്ണനെ ഈ സ്ഥാനത്ത് നിന്ന്, അതായത് ഈ നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറ്റണം. കാരണം വിനയന്റേതായ പരാതിയുണ്ട്, സുപ്രീം കോടതിയുടെ വിധിയുണ്ട്, പിഴശിക്ഷ ഈടാക്കിയതാണ്, കോമ്പറ്റീഷൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു വ്യക്തി എങ്ങനെ ഈ നയരൂപീകരണ സമിതിയിൽ അംഗമാകുമെന്നൊരു ചോദ്യം വിനയൻ ഉയർത്തുന്നുണ്ട്. താങ്കളുടെ അഭിപ്രായം എന്താണ് ആ വിഷയത്തിൽ? തികച്ചും ന്യായമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. പരമോന്നത നീതിപീഠം ശരിവെച്ചൊരു വിധി കൂടെയാണ്. ഇവിടെ പല സംഘടനകളും ബി ഉണ്ണികൃഷ്ണന്റെ സംഘടനയും ഫെഫ്കയും ഒക്കെ പിഴ ഒടുക്കിയിട്ടുള്ളതാണ്. കോമ്പറ്റീഷൻ കമ്മീഷന്റെ ഇത് ഉത്തരവ് നമ്മുടെ മുമ്പിലുണ്ട്. അത് കൂടാതെ തന്നെ ഞാൻ 2002 മുതൽ എൻ്റെ സിനിമാ ജീവിതം തുടങ്ങിയ ആളാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ സാക്ഷിയായിട്ടുള്ള ആളുകളുമാണ്. എന്തുകൊണ്ടാണ് തൊഴിലാളി സംഘടന ആയിരുന്ന ആദ്യത്തെ തൊഴിലാളി സംഘടനയായിരുന്ന മാക്ട ഫെഡറേഷൻ പിളർന്നതെന്നും അതെന്തിനാണ് പിളർത്തിയതെന്നും ഒക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല ധാരണയുള്ള ആളാണ്. ആഷിക, ഇപ്പം ആഷിക നേരത്തെ പറഞ്ഞതുപോലെ ഈ മൗനം വിമർശിക്കപ്പെടുന്നുണ്ട്. ഇപ്പം അമ്മയുടേതാണെങ്കിലും ശരി, ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ ആണെങ്കിലും ശരി, എന്തുകൊണ്ടായിരിക്കും ഇവർ ഭയന്ന് ഈ ചോദ്യങ്ങളെ ഭയപ്പെടുകയാണോ? കാരണം ആ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തിരുത്തൽ വേണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ തിരുത്തലിന് തയ്യാറായി, ഇത് കേൾക്കാനും മാറ്റങ്ങൾ വരുത്താനും തയ്യാറായി വരികയല്ലേ ഈ സമയത്ത് വേണ്ടത്? ഈ ഒളിച്ചോടുകയാണോ? ചോദ്യങ്ങളെ ഭയപ്പെടുകയാണോ അവർ? തീർച്ചയായിട്ടും ഞാൻ ഇവരോട് വ്യക്തിപരമായിട്ട് ചോദിക്കുന്ന കാര്യം, ഇവിടെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ ഒരു ഇൻഡസ്ട്രി കടന്നു പോവുകയും വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഒക്കെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചരിത്രത്തിൽ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അത്തരം ഒരു ചരിത്ര ഘട്ടത്തിൽ ഈ രൂപത്തിലുള്ള വളരെ കുറ്റകരമായിട്ടുള്ള മൗനം തുടരുന്നത്, അത് ഒരു കാര്യം മാത്രമേ നമ്മളോട് പറയുന്നുള്ളൂ: ഈ പറയുന്ന വേട്ടക്കാരുടെ കൂടെയാണ് ഈ സംഘങ്ങൾ മുഴുവൻ എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് വാക്കുകൾ ഉപയോഗിച്ച് എന്തൊക്കെ തന്നെ ന്യായീകരണങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാൽ ശരി, ഇതിന്റെ പ്രവർത്തികൾ കൊണ്ട് ഇവർ തെളിയിച്ചിട്ടുള്ളത് ഇതാണ്. ഇപ്പം അമ്മയിൽ പലതരത്തിലുള്ള ഭിന്ന സ്വരങ്ങൾ ഉയർന്നപ്പോൾ, അതായത് ഈ ആരോപണ വിധേയർ തന്നെ ഈ നേതൃസ്ഥാനത്തൊക്കെ വരുന്നതിനെതിരെ ശബ്ദങ്ങൾ ഉയർന്നു. അപ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങൾ ആ സംഘടനയിൽ അല്ല ഭരണസമിതിയിൽ വന്ന മാറ്റങ്ങൾ നമ്മൾ കാണുകയാണ് ആഷിക. അതുപോലെ ഫെഫ്കയിൽ ഉണ്ടാകുമെന്ന് ആഷിക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു മാറ്റം വരേണ്ടതല്ലേ അവിടെയും? തീർച്ചയായിട്ടും ഒരു തൊഴിലാളി സംഘടനയുടെ പ്രസക്തി വലുതാണെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത്. ഒരു തൊഴിലാളി സംഘടനയുടെ പ്രസക്തി, അവരാണ് സത്യത്തിൽ ഇത് മുന്നിൽ നിന്ന് നയിക്കേണ്ടിയിരുന്നത്. ഇവിടുത്തെ സ്ത്രീകൾക്കൊരു വിഷയമുണ്ട്, അവർ ആക്രമിക്കപ്പെടുന്നു, അവിടെ വലിയ രീതിയിൽ അനീതി നടക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഒരു തൊഴിലാളി സംഘടനയാണ് അത് ഏറ്റെടുക്കേണ്ടിയിരുന്നത്. ഇത് പലതവണ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ പലപ്പോഴും ഇതാരാണോ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒപ്പം നിന്നുകൊണ്ട് ഈ തൊഴിലാളി സംഘടനയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇവരുടെ കൂടെ കിട്ടുക എന്നുള്ളതാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഉറപ്പായിട്ടും അതില് ബി ഉണ്ണികൃഷ്ണൻ മാത്രമല്ലല്ലോ ഉള്ളത്, ഒരുപാട് ആളുകൾ ഉള്ള ഒരു വലിയ സംഘടനയാണ് ഫെഫ്ക. ഞാനും അതിനകത്തൊരു അംഗമാണ്, വർഷങ്ങളായിട്ട് അംഗമാണ്. അപ്പോൾ അതിനകത്തുനിന്ന് എതിരഭിപ്രായങ്ങൾ ഉയരുകയും അവിടെയും ഒരു നവീകരണ പ്രക്രിയ നടക്കുകയും ചെയ്യും. കുറഞ്ഞ പക്ഷം ഈ കുറ്റക്കാരുടെ ഭാഗത്ത് നിൽക്കാത്ത ഒരവസ്ഥയിലേക്ക് ഫെഫ്ക മാറുകയും ചെയ്യുന്നതാണ് എൻ്റെ പ്രതീക്ഷ.
ഇപ്പം ആഷിഖ് ഒരു ഇടത് സഹയാത്രികനാണ്, പല വിഷയങ്ങളിലും നിലപാട് പരസ്യമായി സ്വീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയിലാണെങ്കിലും ശരി. നോക്കൂ, ഇപ്പം ഇടതുപക്ഷ സർക്കാർ, സ്ത്രീപക്ഷ സർക്കാർ ഭരിക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ ഈ തൊഴിലാളി വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന ബി ഉണ്ണികൃഷ്ണൻ ഫെഫ്കയുടെ ഏറ്റവും വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്നത് ശരിയാണോ ധാർമ്മികമായി? അത് സർക്കാരിന് അതിനകത്ത് ഒരു സംഘടനയുടെ തലപ്പത്തുനിന്ന് ഇദ്ദേഹത്തോട് എഴുന്നേറ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ സംഘടനകളൊക്കെ നവീകരിക്കപ്പെടുന്നത് അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. ഇപ്പോ ഉദാഹരണത്തിന് നമുക്ക് അമ്മ എന്ന് പറയുന്ന ഇവിടുത്തെ പ്രബല സംഘടനയ്ക്കകത്തും അവർക്ക് എതിരഭിപ്രായമുണ്ട്. ഇതിങ്ങനെയല്ല മുന്നോട്ട് പോകേണ്ടത്, ഇതെല്ലാം നമ്മൾ സ്വീകരിക്കേണ്ട സ്റ്റാൻഡ്. നമുക്ക് സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ മുഴങ്ങി കേൾക്കുന്ന മുറവിളികളെ നമ്മൾ കാതോർക്കണം, അതിന് ചെവി കൊടുക്കണം, അതിനെ പരിഗണിക്കണം എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ഇപ്പൊ അവിടെ അതിനകത്ത് വളർന്നു വരുന്നുണ്ട് എന്നാണല്ലോ നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ എല്ലാ സംഘടനകളിലും ഈ പറയുന്ന രീതിയിൽ ഈ മൗനത്തെ, ഈ ഇത്രയും ദിവസങ്ങൾ ഈ കാര്യങ്ങളോടുള്ള, ഇവിടെ നടന്ന കാര്യങ്ങളോട് കണ്ണടച്ചിരിക്കുകയും മൗനികളായിട്ടിരിക്കുകയും ചെയ്തതിനെ ചോദ്യം ചെയ്യപ്പെടും അതിനകത്ത് തന്നെ. ശരി, വളരെയധികം. ആഷിഖ്, ഒരു കാര്യം കൂടി, ഇപ്പൊ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു. ആഷിഖിന്റേതല്ലാത്ത വേറെ സ്വരങ്ങൾ ഉയരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? വേറെ ആരെങ്കിലും വരുമോ ആഷിഖ് ഇതുപോലെ തുറന്ന് സംസാരിക്കാൻ തയ്യാറാകുമോ ആരെങ്കിലും? തയ്യാറാകുമെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഇതിന് ആരെയാണ് ഇവരെല്ലാരും പേടിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ആരെയാണ് ഭയപ്പെടുന്നത്? സ്വന്തം കാര്യം. ഇപ്പോ ബി ഉണ്ണികൃഷ്ണന്റെ അഭിപ്രായത്തോട് യോജിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതെങ്കിലും പറയണ്ടേ? അപ്പോൾ വലിയ രീതിയിലുള്ള കൺഫ്യൂഷൻ ആ കാര്യത്തിലുണ്ട്. നിശബ്ദമായി ഇരിക്കുന്നതിനെ സമൂഹം ഉറപ്പായിട്ടും ഈ കുറ്റകൃത്യങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ആളുകളായി തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുക. അത് ദയവ് ചെയ്ത് ഇവരെല്ലാവരും മനസ്സിലാക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ആഷിഖ് അബു സംസാരിച്ചതിന്.